إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഇപ്പോൾ നിലകൊള്ളുന്ന മാസം അറബി മാസങ്ങളിൽ റജബ് എന്ന് പേര് വിളിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പവിത്രമാക്കി നിശ്ചയിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവന്റെ രേഖയിൽ, അവന്റെ വിധി നിർണയത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ അല്ലാഹു പവിത്രമാക്കിയ പ്രത്യേകം ചില മാസങ്ങളാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച നേരായ ദീനിന്റെ അധ്യാപനങ്ങളിൽപ്പെട്ടതാണിത്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ വർഷത്തിൽ എല്ലാ മാസങ്ങളിലും ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന അവന്റെ ഇസ്ലാമിന്റെ ഈമാനിന്റെ താൽപര്യമാകുന്ന അനീതിയും അക്രമവും പ്രവർത്തിക്കാതിരിക്കുക എന്നത് ഈ മാസത്തിൽ പ്രത്യേകം നമ്മോട് ശ്രദ്ധിക്കാൻ അല്ലാഹു ഗൗരവത്തിൽ താക്കീത് ചെയ്യുകയാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അനീതിയും അക്രമവും പ്രവർത്തിക്കരുത്, പരസ്പരം പോരടിക്കരുത്, കലഹിക്കരുത്, യുദ്ധങ്ങളിൽ ഏർപ്പെടരുത്. നിങ്ങൾ സ്വയം തിന്മകൾ പ്രവർത്തിച്ച് അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളിൽ സഞ്ചരിച്ച് തന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, അല്ലാഹു നിശ്ചയിച്ച 12 മാസങ്ങളിൽ, മുഹറം മുതൽ ആരംഭിച്ച് ദുൽഹിജ്ജ വരെ അവസാനിക്കുന്ന 12 മാസങ്ങളിൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഇങ്ങനെ തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ, അതുപോലെ തന്നെ തുടർച്ചയല്ലാതെ തനിച്ചു വരുന്ന ഷഅബാനിന് മുമ്പ് വരുന്ന, റമളാനിന് മുമ്പുള്ള ഷഅബാനിനും മുമ്പ് വരുന്ന റജബ് മാസവും പവിത്രമാക്കിയ 4 മാസങ്ങളിൽ പെട്ടതാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും തുടർച്ചയായി വരുന്നു. റജബ് തുടർച്ചയായി ഈ മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ തനിച്ചു പരാമർശിക്കപ്പെടുന്നു.
അങ്ങനെയുള്ള റജബ് മാസത്തിന്റെ തുടക്കത്തിലാണ്, പ്രാരംഭത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു പ്രത്യേകമാക്കിയ മാസങ്ങളിൽ, അള്ളാഹു പ്രത്യേകമാക്കിയ കാലയളവിൽ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അനുഷ്ഠാനങ്ങളായോ ഇബാദത്തുകളായോ നന്മകളായോ ദിക്റായോ സ്വലാത്തായോ നോമ്പായോ നിസ്കാരമായോ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ അത് സ്ഥിരപ്പെടണം. ഈ റജബ് മാസം ഇസ്ലാമിനു മുമ്പ് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ആദരിച്ചിരുന്ന മാസമായിരുന്നു. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്കിടയിൽ തന്നെ അവർ പവിത്രമായി ഗണിച്ചിരുന്ന മാസമായിരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു, അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അവർ യുദ്ധം ചെയ്യാതിരിക്കും. പവിത്രമായ മാസങ്ങൾ, അള്ളാഹു പവിത്രമാക്കി നിശ്ചയിച്ച മാസങ്ങൾ, അതിന്റെ പവിത്രത അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ആ മാസങ്ങളിൽ അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതാണ്. ജാഹിലിയത്തിൽ പോലും അന്നത്തെ മുശ്രിക്കുകൾ ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാറില്ല. റജബ് മാസവും അവർ ആ രൂപത്തിൽ ഗണിച്ചിരുന്നു. തങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തിയവനെ നേർക്കുനേരെ കണ്ടാൽ പോലും പ്രതികരിക്കാതെ പ്രകോപിതരാകാതെ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ഈ മാസം സംയമനം പാലിച്ചിരുന്നു. ചില ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണാം, അവരവരുടെ ആയുധമായി കൊണ്ടു നടന്നിരുന്ന കുന്തങ്ങൾ, അതിന്റെ തലപ്പത്തുള്ള മൂർച്ചയുള്ള ലോഹഭാഗം അവരത് മൂടിവെക്കുമായിരുന്നു, അല്ലെങ്കിൽ ഊരിവെക്കുമായിരുന്നു. അത്രമേൽ കലഹിക്കാതിരിക്കാനും ശണ്ട കൂടാതിരിക്കാനും അവർ ശ്രദ്ധിക്കുമായിരുന്നു ജാഹിലിയത്തിൽ പോലും. നമ്മുടെ നാട്ടിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ പോരിശ അതയവിറക്കിക്കൊണ്ട് ധാരാളം അനാചാരങ്ങൾ നടപ്പിലാക്കുന്നതായി കാണാം നമ്മുടെ നാട്ടിലെ പുരോഹിത വർഗം. അതിലൊന്നാമത്തെ കാര്യം റജബ് മാസത്തിൽ പ്രത്യേക നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ നോമ്പനുഷ്ഠിച്ചതുപോലെ ഇക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ റജബ് മാസത്തിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, റജബ് മാസത്തിൽ അതിന്റെ പോരിശയും പവിത്രതയും കണക്കാക്കി പ്രത്യേകം നോമ്പനുഷ്ഠിക്കുക എന്നത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെല്ലാം ദുർബലങ്ങളാണ്, അല്ല മൗദൂഅത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരമ്പര ചേർത്തു പറയാൻ സാധിക്കുന്ന, ഹദീസ് എന്ന് പോലും പറയാൻ സാധിക്കാത്ത കെട്ടിച്ചമച്ച വ്യാജ നിർമ്മിതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവുകളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. റജബ് മാസത്തെക്കുറിച്ച്, ആ മാസത്തിലെ പ്രത്യേക അനുഷ്ഠാനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ടതായി പണ്ഡിത ശ്രേഷ്ഠർക്കിടയിൽ, ഹദീസ് വിശാരദന്മാർക്കിടയിൽ അവർ പരാമർശിച്ചതായി കാണുകയില്ല എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നു. മഹാനായ ശാഫിഈ പണ്ഡിതൻ, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾക്ക് ആഹ്വാനം ചെയ്യുന്നവർ അവർ സ്വീകരിക്കുന്ന, അവർക്കിടയിൽ അനിഷേധ്യനായ ശാഫിഈ പണ്ഡിതൻ സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണം രചിച്ച ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, തബീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ് എന്നാണ് അദ്ദേഹം അതിന് പേര് നൽകിയത്. റജബ് മാസത്തിന്റെ പോരിശ പറയപ്പെട്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാതെ വന്നിട്ടുള്ള ഉദ്ധരണികളും ഹദീസുകളും പ്രമാണവിരുദ്ധമായ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്ന, അതിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്ന ഗ്രന്ഥം. റജബിലെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെടാതെ വന്ന വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം എന്ന് തന്നെയാണ് അദ്ദേഹം അതിന് പേര് വെച്ചത്. അദ്ദേഹവും റജബ് മാസത്തിലെ പ്രത്യേകമായ നോമ്പിനെ പറ്റി യാതൊന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പരാമർശിച്ചതായി കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന, അതിന് താല്പര്യപ്പെടുന്ന ആളുകളുടെ കൈകൾക്ക് പിടിച്ച് അവരുടെ കൈകൾക്ക് അടി നൽകി അവരുടെ കരങ്ങളിൽ അടിച്ച് ഭക്ഷണത്തളികയിലേക്ക് അവരുടെ കൈകൾ വലിച്ചു കൊണ്ടുപോയതായി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ആളുകൾ റജബ് മാസത്തിന് പ്രത്യേകത കൽപ്പിച്ച് നോമ്പെടുക്കുന്നതിന് പകരം കൈകൾ പിടിച്ച് അവരെ ഭക്ഷണത്തളികയിലേക്ക് അദ്ദേഹം ആനയിച്ചതായി ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറയും, ലാ തുശബ്ബിഹൂഹു ബിറമളാൻ, നിങ്ങൾ റജബ് മാസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റമളാനിനോട് സാദൃശ്യപ്പെടുത്തരുത്, റമളാനിനെ പോലെയാക്കരുത് എന്ന് അദ്ദേഹം അവരെ ഗുണദോഷിച്ചതായി കാണാം. അപ്പൊ റജബ് മാസം അത് പവിത്രമാണ്,
എന്നിരിക്കെ, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എന്നിരിക്കെ അതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകം നോമ്പ് റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ സ്ഥിരമായി എല്ലാ മാസവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ മാസത്തിലെ 3 ദിവസങ്ങൾ അയ്യാമുൽ ബീദിന്റെ നോമ്പനുഷ്ഠിക്കുന്നവരുണ്ടാകാം. അവർക്ക് റജബ് മാസത്തിലും അവരുടെ പതിവ് പ്രകാരം നോമ്പ് തുടരാം. എന്നാൽ റജബ് മാസത്തിന്റെ പ്രത്യേകത, അത് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് എന്ന പ്രത്യേകത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ നോമ്പ് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, റജബ് മാസത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ കൊണ്ടാടുന്ന പ്രത്യേകമായ നിസ്കാരമാണ്. അതിന് സ്വലാത്തുർ റഗായിബ് എന്നവർ പേര് നൽകുന്നു. റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്ത് ദൈർഘ്യമുള്ള ഒരു പ്രത്യേക നിസ്കാരം ഇക്കൂട്ടർ ആചരിക്കുന്നു, അനുഷ്ഠിക്കുന്നു. അതിൽ ഓരോ റക്അത്തിലും ഓതാൻ പ്രത്യേകം സൂറത്തുകളും അവർ നിശ്ചയിക്കുന്നു. ഇമാമിയങ്ങൾ, മുൻഗാമികൾ പറയുന്നു, ഹിജറ 4-ാം നൂറ്റാണ്ടിന് ശേഷമല്ലാതെ മുസ്ലിം ഉമ്മത്തിന് ഇങ്ങനെ ഒരു നടപടി പരിചയമില്ലേയില്ല. ഹിജറ 5-ാം നൂറ്റാണ്ടിനോട് അടുത്ത കാലഘട്ടത്തിലാണ് മുസ്ലിം ലോകം ഇങ്ങനെയൊരു പ്രത്യേക നിസ്കാരം റജബിന്റെ പോരിശ പറയപ്പെട്ടതായി നടപ്പിലാക്കുന്ന രീതി തന്നെ കാണുന്നത്. അൽ-ഇമാം അൻ-നവവി റഹിമഹുല്ല സ്വഹീഹ് മുസ്ലിമിന്റെ വിശദീകരണം രചിച്ച ശാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ഈ റഗായിബ് നിസ്കാരത്തെപ്പറ്റി, റജബ് മാസത്തിലെ ആദ്യ ആഴ്ചയിലെ വെള്ളിയാഴ്ച രാവിൽ നിർവഹിക്കുന്ന ഈ നിസ്കാരത്തെപ്പറ്റി ചോദിച്ചു, ഇത് സുന്നത്താണോ ബിദ്അത്താണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദൽ ഇൻകാർ. ഇത് വളരെ നീചമായ, ശക്തമായ സ്വരത്തിൽ എതിർക്കപ്പെടേണ്ടുന്ന ഒരു പുത്തനാചാരമാണ്. ഈ നിസ്കാരത്തിന്റെ പേരിൽ ധാരാളം അനാചാരങ്ങൾ നടപ്പിലാകുന്നു. വിലക്കപ്പെട്ട പല കാര്യങ്ങളും അതിന്റെ പേരിൽ നടപ്പിലാക്കുന്നു. അതൊഴിവാക്കണം, അതിനെ എതിർക്കണം. ഇത് ചെയ്യുന്നവർ മുസ്ലിം നാടുകളിൽ ധാരാളമുണ്ട്. അവരുടെ ആധിക്യം നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. മുസ്ലിം നാമധാരികൾ ഇത് ചെയ്യുന്നു എന്നത് ഇത് ദീനിൽ സ്ഥിരപ്പെട്ടു എന്നതിന് തെളിവല്ല. ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ബിദ്അത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഹദീസുകൾ അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ കേൾപ്പിച്ച പ്രസിദ്ധമായ ഹദീസുകൾ നാം ഒന്നുകൂടി ഓർക്കുക. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മുടെ ദീനിൽ അതിലില്ലാത്തൊരു കാര്യം പുതുതായി സ്ഥാപിച്ചത്, അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടുന്നതാണ്. അല്ലാഹുവിങ്കൽ അത് സ്വീകരിക്കാതിരിക്കുക എന്നതിനപ്പുറത്ത് അത് ചെയ്തതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇനി ഞാനായിട്ടുണ്ടാക്കിയതല്ല, നാട്ടിൽ സാമ്പ്രദായികമായി നടപ്പിലാകുന്നതാണ്, നമ്മുടെ മഹലിൽ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ്, നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ അതിലേക്ക് ആഹ്വാനം ചെയ്യുന്നതാണ്. അവരെ ഞാൻ പിൻപറ്റി, അവർ ചെയ്തതുപോലെ ഞാൻ പിന്നാലെ കൂടി എന്നതേ ഉള്ളൂ എന്ന് ന്യായം പറയാൻ നമുക്ക് വകുപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം നാട്ടിൽ പ്രചാരത്തിലുള്ളതാണ്, പാരമ്പര്യമായി നമുക്ക് കൈമാറിയതാണ്, നാട്ടിലെ ബഹുഭൂരിപക്ഷം ചെയ്യുന്നതാണ് എന്ന ന്യായത്തിൽ അള്ളാന്റെ റസൂൽ കൽപ്പിക്കാത്തത് ഒരാൾ പ്രവർത്തിച്ചാൽ, ആര് ചെയ്താലും ശരി, ഫഹുവ റദ്ദുൻ, അത് തിരസ്കരിക്കപ്പെടുന്നതാണ്, അത് തള്ളപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് നന്മയുടെ രൂപത്തിലാണ് വരിക, തിന്മയുടെ രൂപത്തിലല്ല. തിന്മയുടെ രൂപത്തിൽ നമ്മെ പിടികൂടുന്ന അനാവശ്യങ്ങൾക്ക് മഅസിയത്ത് എന്നാണ് പറയുക. എന്നാൽ ബിദ്അത്തുകൾ നന്മയുടെ രൂപത്തിലാണ്. നിസ്കാരമായാണ്, നോമ്പായാണ്, സ്വതക്കയാണ്, സകാത്തായാണ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ഥിരപ്പെടാത്ത പുണ്യങ്ങളായിട്ടാണ് അത് രംഗപ്രവേശം ചെയ്യുക. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് അതിനെ പുൽകാൻ നാം ശ്രമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തള്ളുന്നതാണ്. സഹോദരങ്ങളെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റജബ് മാസത്തിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് റജബിൽ സംഘടിപ്പിക്കുന്ന റജബിയ എന്ന പേരിൽ പണ്ഡിതന്മാർ പറയുന്നു, അറേബ്യൻ നാടുകളിലെല്ലാം പ്രത്യേകമായ ഉംറ സിയാറത്ത്, മദീന സന്ദർശനം അറേബ്യൻ നാടുകളിൽ സന്ദർശിക്കാറുണ്ട്, സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അപ്രകാരം റജബിന്റെ പേര് പരാമർശിക്കപ്പെട്ട് റജബിയ എന്ന പേര് ചേർത്ത് എന്തെങ്കിലും ആ മാസത്തിൽ പ്രത്യേകം ഉംറ ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയോ
മദീനക്കോ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ഥാടനം പുണ്യകരമായി നിശ്ചയിച്ച ഇടങ്ങളിലേക്കോ മസ്ജിദുൽ നബവിയിലേക്കോ മസ്ജിദുൽ ഹറാമിലേക്കോ ആ രൂപത്തിൽ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പുറപ്പെടുക എന്നത് വിലക്കപ്പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദുൽ നബവിയിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുക എന്നത് ഏതവസരത്തിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകമായൊരു തീയതിയോ മാസമോ വർഷമോ ഇല്ല. മറിച്ച് റജബ് മാസത്തിൽ അതിന് പ്രത്യേകതയുണ്ട് എന്ന് കൽപ്പിച്ച് അത് ചെയ്യപ്പെടുമ്പോൾ അത് ബിദ്അത്താകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ബിദ്അത്താകുന്നിടത്തോളം അതിന്റെ ഗൗരവവും അതിന്റെ അപകടവും നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, റജബ് മാസത്തിലെ 27ാമത്തെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ അവിടുത്തേക്ക് ലഭിച്ച മുഅ്ജിസത്തുകളിൽ ഇസ്രാ മിഅ്റാജിന്റെ യാത്രകൾ നടന്നു എന്ന് പരാമർശിക്കപ്പെടുന്ന ചരിത്ര സംഭവങ്ങളും ഉദ്ധരണികളും ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച വളരെ നിർണായകമായ അത്ഭുതകരമായ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര നടന്നത് റജബിന്റെ 27ാം രാവിലാണ് എന്നിവിടെ കൊട്ടിഘോഷിക്കപ്പെടാറുണ്ട്. എന്നിട്ട് ആ ദിവസം പ്രത്യേകം ചടങ്ങുകളും പ്രത്യേകം ആഘോഷങ്ങളും പ്രത്യേകം മദ്ഹ് പറച്ചിലും പ്രത്യേകം ഗാനാലാപനങ്ങളും പ്രത്യേകമായ ഭക്ഷണ വിതരണവും ഭക്ഷണങ്ങൾ ഉണ്ടാക്കലുമെല്ലാം സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ നടപ്പിലാക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഉത്തമരായ 3 തലമുറക്കാർ സഹാബികൾ, താബിഉകൾ, താബിഉത്താബിഈങ്ങൾ, ഇവർക്കാർക്കും പരിചയമില്ലാത്ത ഒരു പുതു നിർമ്മിതിയാണിത്. 3 തലമുറകളിൽ ആർക്കും, ആദ്യ 3 തലമുറക്കാരിൽ ആർക്കും ഇത് പരിചയമില്ല. ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. മറിച്ച് ഇസ്ലാമിൽ നിന്ന് ശക്തമായി ബഹുദൂരം അകന്നു പോകുന്ന ആളുകളാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര ഏതു മാസത്തിലാണ്, ഏത് ദിവസത്തിലാണ് എന്ന് പ്രത്യേകമായി നിർണിതമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റജബ് 27-ന് ഇസ്രാഉം മിഅ്റാജും നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അതിന്റെ പേരിൽ പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുക? അതേതു മാസത്തിലാണ്, ഏതു മാസത്തിൽ, ഏതു പത്തിലാണ്, ഏത് ദിവസത്തിലാണ് എന്ന് പോലും സ്ഥിരപ്പെടാതിരിക്കെ, അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയ കടുത്ത ബിദ്അത്താണ് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നന്മയായി സ്ഥിരപ്പെട്ടത് അതുമാത്രം പ്രവർത്തിക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടത്. അവിടുന്ന് ചെയ്തത് ചെയ്യുക, അവിടുന്ന് ഒഴിവാക്കിയത് ഒഴിവാക്കുക. അതാണ് ഇത്തിബാ, അതാണ് സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ അടയാളം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക്, സലഫു സ്വാലിഹീങ്ങളിലേക്ക്, സഹാബത്തിലേക്ക്, താബിഈകളിലേക്ക്, താബിഉത്താബിഈങ്ങളിലേക്ക്, ഉത്തമ തലമുറകളിലേക്ക് മടക്കുക എന്നതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യാത്തത് ചെയ്യുക എന്നത്, അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു നന്മ പ്രവർത്തിക്കുക എന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കയറുക, അവിടുത്തെ മുൻകടന്ന് പ്രവർത്തിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടക്കുക എന്ന അള്ളാഹു ഖുർആനിൽ വിലക്കിയ മഹാ തെറ്റിന് സമാനമാണ്. അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിലെ തുടക്കത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറഞ്ഞതിനപ്പുറത്ത് നന്മയല്ലേ, നല്ലതല്ലേ, പുണ്യമല്ലേ, വേണ്ടതല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, വിലക്കപ്പെടുന്നതല്ലല്ലോ എന്ന ന്യായം പറഞ്ഞ് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തത് ചെയ്യുക. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണിച്ചു തന്ന ശരീഅത്തിനെ മുൻകടക്കുന്നതാണ് റസൂലുള്ള കാണിക്കാത്തൊരു നന്മ ദീനിന്റെ പേരിൽ ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ നാം ഓർക്കണം. ഇതാണ് നാലാമത്തെ കാര്യം. ഇസ്രാ മിഅ്റാജ് റജബ് 27-നാണ് നടന്നത് എന്ന് ന്യായം പറഞ്ഞ് ആ ദിവസം സംഘടിപ്പിക്കുന്ന പ്രത്യേക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത ബിദ്അത്താകുന്നു. അഞ്ചാമത്തെ കാര്യം, റജബ് മാസം ആഗതമായാൽ റജബ് മാസത്തിൽ മുസ്ലിമീങ്ങൾ വ്യാപകമായി നടത്താറുള്ള, അവർക്കിടയിൽ പ്രചുര പ്രചാരം നേടിയൊരു ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം ആഗതമായാൽ അവിടുന്ന് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ്
മുസ്ലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന, ഇല്ലാത്ത കൂട്ടപ്രാർത്ഥനയിൽ വരെ റജബ് മാസം മുതൽ പ്രത്യേകം ഫിറ്റ് ചെയ്യുന്ന ഒരു ദുആ ആണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന ദുആ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ദുആ വന്നു എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്, അത് തെളിവിന് യോഗ്യമായ ഹദീസല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ പ്രത്യേകം നിർവഹിച്ചു എന്ന് ധരിച്ച് അത് ചെയ്യുക, അത് പ്രവർത്തിക്കുക എന്നത് ബിദ്അത്താണ്. എന്നാൽ ഒരു മുസ്ലിമിന് എപ്പോഴും റമളാൻ തന്നിലേക്ക് എത്തിക്കണമേ എന്ന് ദുആ ചെയ്യാം. സ്വഹാബത്തിനെ പറ്റി, മുൻഗാമികളെ പറ്റി പറയാറുണ്ട്, റമളാനിന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്നവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. റമളാനിന് ശേഷമുള്ള 6 മാസങ്ങൾ റമളാനിൽ ഞങ്ങൾ ചെയ്തത് നീ സ്വീകരിക്കണമേ റബ്ബേ എന്നവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ വ്യാപകാർത്ഥത്തിൽ റമളാനിലെ ഞങ്ങളിലേക്ക് സുരക്ഷിതമായി, ഞങ്ങളെ റമളാനിലേക്ക് സുരക്ഷിതമായി എത്തിക്കണമേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ റജബിൽ പ്രത്യേകം ബറക്കത്ത് ചെയ്യണമേ, റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന് റജബിന്റെ പോരിശ ഗണിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന പേരിൽ പറയപ്പെടുന്ന ഈ പ്രസ്തുത ദുആ അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ഥിരപ്പെട്ട നന്മകൾ അത് മുറുകെ പിടിക്കാനും, തിന്മകൾ, ബിദ്അത്തുകൾ, അതാളുകൾ അതെത്ര പ്രചാരം കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും ദീനിൽ സ്ഥിരപ്പെടാത്തത് വർജിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. അവിടുത്തെ ചര്യകൾ അത് സ്വഹീഹായി സ്ഥിരപ്പെട്ടത് സമ്പൂർണമായി അനുധാവനം ചെയ്യണം എന്ന് നമ്മെ അറിയിക്കുന്ന, അവിടുന്ന് കാണിച്ചു തന്ന ദീനിൽ സ്ഥിരപ്പെടാത്ത അനാചാരങ്ങൾ, പുതുനിർമ്മിതികൾ, ബിദ്അത്തുകൾ അത് വെടിയണമെന്ന ശക്തമായ താക്കീത് നമ്മെ അറിയിക്കുന്ന ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് വായിക്കാൻ സാധിക്കും. അക്കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായ മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നമ്മെ കേൾപ്പിച്ച പ്രസിദ്ധമായ ഹദീസിന്റെ വാചകങ്ങൾ ഞാൻ കേൾപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മുമ്പിൽ ഒരു ഉപദേശം കാഴ്ചവെച്ചു. വളരെ സാരസമ്പൂർണമായൊരു ഉപദേശം. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. വവജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചുപോയി. അത്രമേൽ ഗൗരവമുള്ള ഉപദേശം. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വിടവാങ്ങുന്ന ഒരാൾ അവസാനമായി നൽകുന്ന ഒരു ഉപദേശത്തിന് സമാനമാണല്ലോ താങ്കളുടെ സംസാരം. അതിനാൽ ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചു, വസിയത്ത് നൽകി. ഉസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം, അവൻ വിലക്കിയത് ഒഴിവാക്കണം, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. വസ്സംഇ വത്താഅ, നിങ്ങളുടെ ഭരണാധികാരം ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം ഭരണാധികാരികളെ കേൾക്കണം, അനുസരിക്കണം, അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടരുത്, വിപ്ലവം നയിക്കരുത് എന്നും ഞാൻ നിങ്ങളെ വസിയത്ത് നൽകുന്നു. വഇൻ കാന അബ്ദൻ ഹബശിയൻ, അങ്ങനെ നിങ്ങളുടെ ഭരണാധികാരം ഏൽപ്പിക്കപ്പെട്ടവൻ എത്യോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ ഒരു അടിമയാണെങ്കിലും ശരി, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളിൽ നിന്ന് എനിക്ക് ശേഷം ജീവിക്കാനിരിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കണ്ടേക്കും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ തദവസരത്തിൽ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകൾ മുന്നിൽ നിൽക്കുന്ന സഹാബത്തിന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മാത്രമല്ല, വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, ഒരിക്കലും പിടിവിടാതെ
അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിലുണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങൾ, നന്മയുടെ രൂപത്തിൽ ദീനിൽ രംഗപ്രവേശം ചെയ്യുന്ന പുതുനിർമ്മിതികൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ ദീനിലുണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും അനാചാരങ്ങളും വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് പഠിപ്പിക്കുന്ന മഹത്തായ ധാരാളം പാഠങ്ങളുണ്ട്. ബിദ്അത്തിനോടുള്ള നമ്മുടെ സമീപനത്തിൽ, നന്മകളുടെ രൂപത്തിൽ ദീനിൽ രംഗപ്രവേശം ചെയ്യുന്ന ഇത്തരം അനാചാരങ്ങളോടുള്ള നമ്മുടെ നിലപാടിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത്, ദീനിൽ കാലം മുന്നോട്ട് പോകുന്തോറും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഭിന്നിപ്പുകൾ ഉടലെടുക്കും. അതൊരു പ്രാപഞ്ചിക സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞില്ലേ, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ ഫസയറ ഇഖ്തിലാഫൻ കതീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കണ്ടേക്കും. എവിടെ? ദീനി രംഗത്ത്. ദീനിൽ അഭിപ്രായ ഭിന്നതകൾ, ഭിന്നിപ്പുകൾ നിങ്ങൾ കണ്ടേക്കും. അതുകൊണ്ട് ഭിന്നിപ്പ് തടയുക എന്നത് നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പ്രാപഞ്ചിക സത്യമാണ്. പക്ഷേ ഭിന്നിപ്പിൽ ഐക്യപ്പെടാനുള്ള മന്ത്രം എന്താണ്? ഭിന്നിപ്പിൽ ഒരുമയിലെത്താനുള്ള സൂത്രവാക്യം എന്താണ്? പരിഹാരമാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി പറഞ്ഞു. 2 കാര്യങ്ങളാണ്, 2 അടിസ്ഥാനങ്ങൾ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ അടിസ്ഥാനം, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി. ഭിന്നിപ്പുകൾ ഉണ്ടായാൽ, ആശയക്കുഴപ്പങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മാത്രം മുറുകെ പിടിച്ചാൽ പോരാ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെ സുന്നത്തനുസരിച്ച് സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകൾ, സഹാബത്ത്, ഉത്തമ തലമുറക്കാർ, അവർ എങ്ങനെയാണോ നിലകൊണ്ടത് ആ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുകയും അവരുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും വേണം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അതിനെ ആദ്യം കേട്ട സഹാബത്ത്, താബിഈകൾ, താബിഉ താബിഈങ്ങൾ, ഉത്തമരായ 3 തലമുറക്കാർ, അള്ളാഹു തൃപ്തിപ്പെട്ടവർ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർ എന്ന് അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചവർ, അവർ നിലകൊണ്ടതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലകൊള്ളണം. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. രണ്ടാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ ഹദീസിന്റെ അവസാനത്തിൽ, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിലുണ്ടാക്കുന്ന നന്മകളുടെ രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ ബിദ്അത്തുകളും, എല്ലാ പുത്തൻ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തും വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നത് എന്താണോ അതുമാത്രമാണ് നന്മ. അവിടുന്ന് എന്തെങ്കിലും നന്മകൾ കാണിച്ചു തരാതെ ഒഴിവാക്കിയിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. അവിടുന്ന് പ്രവർത്തിച്ചത് പ്രവർത്തിക്കലാണ് സുന്നത്ത്. ഈ കാര്യം, ഈ അടിസ്ഥാനം നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടുന്ന് ഖുതുബ നടത്തുമ്പോൾ ഖുതുബയുടെ തുടക്കത്തിൽ സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടുത്തെ സ്വഹാബത്തിനെ കേൾപ്പിച്ചിരുന്ന വാചകമാണിത്. ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഉത്തമമായ സംസാരം, വൃത്താന്തം അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റേതാകുന്നു. ഉത്തമമായ മാർഗം, സുന്നത്ത്, ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. ഏറ്റവും നീചമായ കാര്യം ദീനിൽ നന്മകളുടെ രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ കാര്യങ്ങളാകുന്നു. റസൂലുള്ളാഹിയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങളാകുന്നു. എല്ലാ ബിദ്അത്തുകളും പുത്തൻ കാര്യങ്ങളും വഴികേടുകളാകുന്നു. എല്ലാ ബിദ്അത്തുകളും എന്നാണ് പറഞ്ഞത്. ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ നന്മ തിന്മ എന്നൊരു വേർതിരിവില്ല. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. എല്ലാ ദലാലത്തും നരകത്തിലേക്കാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്തിൽ അടിയുറച്ച് ദീനിലുള്ള ബിദ്അത്തുകളെ വെടിഞ്ഞ് ശരിയായ ഇസ്ലാമിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.